ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എക്സലില് ഒരു ട്രിക്കാണ് പറയുന്നത്. നമ്മൾ സാധാരണ എക്സലില് പ്രോഡക്റ്റുകളുടെ നെയിം അല്ലെങ്കിൽ ഏതൊരു ഐറ്റം കൊടുക്കുമ്പോഴും അതിന് സീരിയൽ നമ്പർ കൊടുക്കാറുണ്ട്. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ സീരിയൽ നമ്പർ കൊടുക്കാറുണ്ട്. അത് നമ്മൾ സാധാരണ എഴുതി കൊടുക്കാറാണ്, അല്ലെങ്കിൽ ഓട്ടോ ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മൾ താഴേക്ക് ഡ്രാഗ് ചെയ്ത് ഫില്ല് ചെയ്യാറുണ്ട്. ഇതിനൊക്കെ പകരം നമ്മൾ വേറൊരു ഓപ്ഷൻ വഴി നമ്മൾ സീരിയൽ നമ്പറിനെ ഓട്ടോമാറ്റിക് ആയിട്ട് സീരിയൽ നമ്പർ വരാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഐറ്റത്തിന്റെ പേര് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളത്തില് ഒരു നെയിം നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ സീരിയൽ നമ്പർ വരുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. കണ്ടു, ഇങ്ങനെ സീരിയൽ നമ്പർ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വരണം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന്. അപ്പൊ സീരിയൽ നമ്പർ എന്ന് പറയുന്ന കോളത്തില് ഇനി നമ്മൾ ഇക്വേഷൻ ഇതിൽ എൻ്റർ ചെയ്യാൻ പോവാന്ന്. ഈക്വൽ ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ഐറ്റം എന്ന് പറയുന്ന കോളം നമ്മൾ സെലക്ട് ചെയ്യുക. ഐറ്റം എന്ന് എഴുതിയ കോളം അല്ല, അതിന് തൊട്ട് താഴെ ഐറ്റം എഴുതാൻ പോകുന്ന കോളം നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈക്വൽ കൊടുക്കുക, ഡബിൾ കോഡ്സ് 2 തവണ ഡബിൾ കോഡ്സ് കൊടുക്കുക, കോമ വീണ്ടും ഡബിൾ കോഡ്സ് 2 തവണ, കോമ റോ എന്ന് ടൈപ്പ് ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം സീരിയൽ നമ്പർ SL നമ്പർ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു വെച്ചതിനെ സെലക്ട് ചെയ്യണം. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ നമ്മൾ ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ എൻ്റർ ചെയ്യണം. ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് സെല്ല് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കോർണറിൽ പോയിന്റർ കൊണ്ടുവയ്ക്കുമ്പോൾ ഒരു പ്ലസിന്റെ ചിഹ്നം വരും. ഇത് വരുന്ന സമയത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ താഴേക്ക് ഇതിനെ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ബാക്കി ഇക്വേഷൻസ് എല്ലാ കോളത്തിലും അല്ലെങ്കിൽ എല്ലാ റോസിലും നമുക്ക് കിട്ടും. ഇനി ഏത് ഐറ്റം ആണോ ഏത് റോലാണോ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്, അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ നമുക്ക് നമ്പേഴ്സ് കാണാം, സീരിയൽ നമ്പർ കാണാം. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഐറ്റത്തിന്റെ പേര് കൊടുക്കുകയാണ്. ഇത് കൊടുത്ത് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ 4ാമതായിട്ട് സീരിയൽ നമ്പർ വരും. അതേപോലെ വേറൊരു ഐറ്റം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ സീരിയൽ നമ്പർ എത്രയെന്ന് വെച്ചാൽ അതിന് നേരെ നമുക്ക് അതിന്റെ സീരിയൽ നമ്പർ കാണാൻ പറ്റും. അപ്പൊ ഇത് ഒന്നുകൂടെ എളുപ്പമുള്ള ഒരു വഴിയാണ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ. അല്ലാതെ നമ്മൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ അതിനെ ഡ്രാഗ് ചെയ്ത് താഴോട്ട് വലിക്കണം. ഇതാവുമ്പോൾ ഇക്വേഷൻ ഒരു തവണ നമ്മൾ കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഏത് സെല്ലിൽ വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാം. അതിന് നേരെ അതിന്റെ സീരിയൽ നമ്പർ കറക്റ്റ് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പൊ ഓക്കെ, താങ്ക് യു.